ഹലോ. സോ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ റെക്കോർഡ് സെഷനിലൂടെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ഫിഷസ് ആണ്. അപ്പോൾ വി ഓൾ നോ ദാറ്റ് ദ മെയിൻ റെസ്പിറേറ്ററി ഓർഗൻ ഫോർ ഫിഷ് അല്ലെങ്കിൽ അക്വാറ്റിക് ഓർഗൻസ് മെയിൻ ആയിട്ടുള്ളത് ഗിൽസ് ആണ്. യു ക്യാൻ സീ ഹിയർ, റൈറ്റ്? അപ്പോൾ ഈ ഗിൽസ് അല്ലാതെ ഗിൽസ് ഹെൽപ്സ് ദം ടു ടേക്ക് ഇൻ ഓക്സിജൻ ഫ്രം ദി വാട്ടർ, ഡിസോൾവ്ഡ് ഓക്സിജൻ ഫ്രം ദി വാട്ടർ, ആൻഡ് ത്രൂ ദ ഗിൽസ് തന്നെയാണ് ഈ ഫിഷസ് എല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിലോട്ട് റിലീസ് ചെയ്യുന്നത്. ബട്ട് അപ്പാർട്ട് ഫ്രം ദിസ്, ഇതല്ലാതെ there are certain other fishes which depend on other structures other than gills. Gills അല്ലാതെ വേറെ സ്ട്രക്ചറിൽ ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ട്? റെസ്പിറേഷന് വേണ്ടിയിട്ട്. അതവർ അപ്പോൾ യൂസ് ചെയ്യുന്ന എന്ത് റെസ്പിറേഷനാണ്? എയർ ബ്രീത്ത് ചെയ്യാനായിട്ട് ഇവർ വേറൊരു രീതിയിൽ വേറെ എന്തെങ്കിലും ഒരു ഓർഗൻ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഓൾ ദോസ് അഡീഷണൽ ഓർഗൻസ് അല്ലെങ്കിൽ ദി അഡീഷണൽ റെസ്പിറേറ്ററി ഓർഗൻസ് വിച്ച് ഹെൽപ്പ് or which supplement അല്ലെങ്കിൽ which replace gill respiration in ഫിഷസിനെയാണ് നമ്മൾ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. അതായത് ഗിൽ റെസ്പിറേഷനെ സപ്ലിമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാനോ ഏത് റെസ്പിറേഷൻ വഴി, എയർ റെസ്പിറേഷൻ വഴി ഇതിനെ സപ്ലിമെൻറ്റ് ചെയ്യാനോ ഗിൽ റെസ്പിറേഷനോട് ആഡ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മാറ്റി മൊത്തത്തിൽ തന്നെ എയർ ബ്രീത്ത് ചെയ്യാനോ വേണ്ടിയിട്ട് ഫിഷസ് ഡെവലപ്പ് ചെയ്തേക്കുന്ന ആ അഡീഷണൽ ഓർഗൻസിനെ ആണ് നമ്മൾ കോമൺ ആയിട്ട് ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ആരെയാണ്? ഇത് മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്ന സത്യമേ ഫ്രഷ് വാട്ടർ ഫിഷസാണ്. ഇറ്റ് ഇസ് വെരി റെയർ ഇൻ മറീൻ ഫിഷസ്. ഓക്കെ, നൗ ഈ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഇറ്റ് ഡസ്, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഫിഷിങ്ങിന് ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്? ബിക്കോസ് ദർ ആർ സർട്ടൻ ഫിഷസ് വിച്ച് ലിവ് ഇൻ ഓക്സിജൻ ഡെഫിഷ്യൻറ്റ് വാട്ടർ, അല്ലെങ്കിൽ ഈ ഡ്രൈ സീസണൊക്കെ വരുമ്പോൾ വെള്ളം വറ്റിപ്പോകുന്ന അങ്ങനത്തെ പോൺസും റിവേഴ്സും സ്ട്രീംസിലൊക്കെ ജീവിക്കുന്ന ഫിഷസിന് അവിടെ ഒരു സർവൈവലിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് ലാൻഡിലോട്ട് വരേണ്ട ആവശ്യമുള്ള ഫിഷസ്, ഇപ്പോൾ ഈ പറയുന്നതാണ് ഭയങ്കര ചെളി പോലത്തെ വെള്ളത്തിലൊക്കെ താമസിക്കുന്ന ഫിഷിന് ദ വാട്ടർ വിൽ ബി ഡെഫിഷ്യൻറ്റ് ഓക്സിജൻ. സോ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ അങ്ങനത്തെ സിറ്റുവേഷനിൽ സാധാരണയായിട്ട് ജീവിക്കുന്ന ഫിഷസിലാണ് നമ്മളിങ്ങനത്തെ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസിൻ്റെ ഫോർമേഷൻ നമ്മൾ കാണുന്നത്. നൗ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ് ഉള്ള ഈ അല്ലെങ്കിൽ എയർ ബ്രീതേഴ്സ് തന്നെ രണ്ട് രീതിയിലുണ്ടാവും. വൺ ഇസ് നോൺ ആസ് ഫാക്കൾട്ടേറ്റീവ് എയർ ബ്രീതേഴ്സ്. അതായത് ഇവർ ദേ ആർ നോട്ട് ഓൾവേസ് ഡിപ്പെൻഡൻ്റ് ഓൺ എയർ ബ്രീത്തിങ്. ഈ ഫിഷസ് എപ്പോഴും എയർ ബ്രീത്തിങ്ങിന് ഡിപ്പെൻഡൻ്റ് അല്ല. ഇവർ ആവശ്യമുള്ളപ്പോൾ വെള്ളത്തിൽ ഓക്സിജൻ കുറവാകുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമാണ് ഇവർ എയർ ബ്രീതിങ്ങിലോട്ട് പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാക്കൾട്ടേറ്റീവ് എയർ ബ്രീതേഴ്സ്. ബട്ട് ദെയർ ആർ അതർ ഫിഷസ് ലൈക്ക് നമ്മുടെ ഗൗരമിയൊക്കെ ഇല്ലേ, ഗൗരമി, ബീറ്റ എന്നൊക്കെ പറയുന്ന അക്വേറിയം ഫിഷസൊക്കെ ദേ നീഡ് എയർ. അവർക്ക് എയർ ബ്രീത്ത് ചെയ്തേ പറ്റൂ, എപ്പോഴും അവർക്ക് എയർ ബ്രീത്ത് ചെയ്തേ പറ്റൂ. അങ്ങനത്തെ ഫിഷസിനെ വിച്ച് ആർ കമ്പൽസറി എയർ ബ്രീഡേഴ്സ്, അതായത് ഗില്ല് വഴിയും റെസ്പയർ ചെയ്യും, ബട്ട് ഇവർക്ക് അല്ലാതെ എയറിലൂടെ ഇവർക്ക് ബ്രീത്ത് ചെയ്യണം. ഇങ്ങനത്തെ ഫിഷസിനെയാണ് നമ്മൾ ഒബ്ലിഗേറ്ററി എയർ ബ്രീതേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സർഫസ് എയർ ബ്രീത്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റെസ്പിറേഷന് സഹായിക്കണമെങ്കിൽ ആ സർഫസിന് വേണ്ട കുറച്ച് മിനിമം ക്രൈറ്റീരിയൻസ് ഉണ്ട്, മിനിമം കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, എയർ ബ്രീത്ത് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി എയർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു ചേംബർ വേണം. അപ്പോൾ നമുക്കൊക്കെയാണെങ്കിൽ ലങ്സിലാണല്ലോ എയർ എത്തുന്നത്. ഇവർക്ക് അതുപോലെ എന്തെങ്കിലും ഒരു ചേംബർ, ഒരു ക്യാവിറ്റി, സംതിങ് ഷുഡ് ബി ദെയർ. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ക്യാവിറ്റി ഷുഡ് ഹാവ് ലോട്ട്സ് ഓഫ് ബ്ലഡ് വെസൽസ്, അല്ലെങ്കിൽ ഷുഡ് ബി ഹൈലി വാസ്കുലർ ആയിരിക്കണം. ആൻഡ് ദി വാസ്കുലർ ആയാൽ മാത്രം പോരാ, ഈ ക്യാവിറ്റിക്കും ഈ ബ്ലഡ് വെസലിനും ഇടയിലുള്ള മെംബ്രെയിൻ ഷുഡ് ബി വെരി തിൻ. എന്നാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? റെസ്പിറേഷൻ നടക്കുള്ളൂ. നൗ ചില സമയം തിന്നും ആയിരിക്കണം, മോയിസ്റ്റും ആയിരിക്കണം കേട്ടോ. സോ ദ മെംബ്രെയിൻ ദാറ്റ് ഈസ് സീൻ ഇൻ ബിറ്റ്വീൻ ദ എയർ ചേംബർ ആൻഡ് ദ ബ്ലഡ് കാപ്പിലറി ഷുഡ് ബി വെരി തിൻ ആൻഡ് മോയിസ്റ്റ്. പിന്നെ എന്താണ്, വി ക്യാൻ സീ ദറ്റ് സംടൈംസ് ഇതൊന്നും അല്ലാതെ അഡീഷണലി ഫോൾഡിങ്, ആ ഒരു ചേംബറിൻ്റെ അകത്ത് കുറേ ഫോൾഡിങ്ങോ അല്ലെങ്കിൽ എക്സ്ട്രാ സ്ട്രക്ചേഴ്സോ വിച്ച് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ക്യാൻ ബി സീൻ. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പിന്നെ കാണും. അപ്പോൾ നമുക്ക് വിശദമായിട്ട് അപ്പം പഠിക്കാം. എനിവേസ് ഇത്രയും കണ്ടീഷൻസ് എന്തുണ്ടാവണം? ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് എയർ ബ്രീത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് ലീവ് ഓൾ ദീസ്.
ഇനി അപ്പോൾ നമുക്ക് ഒരു ഏകദേശം 6 മേജർ ക്ലാസ്സസ് ഓഫ് അല്ലെങ്കിൽ 6 മേജർ ടൈപ്സ് ഓഫ് ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്തെ ഏറ്റവും ആദ്യം പഠിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ചിലപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുന്നത് 6 ടൈപ്പാണ്. ദെയർ വിൽ ബി ന്യൂ ടൈപ്സ് ഉണ്ടാകാം. ഈ 6 ജനറൽ ടൈപ്പ് നിങ്ങൾ പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയണം. ഇനി നമ്മളിവിടെ അല്ലെങ്കിൽ ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊന്നുമല്ലാതെ ഒരുപാട് ഫിഷസ് ഉണ്ട് ഈ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ് ഉള്ളത്. ചില ഫിഷിന് ഒരൊറ്റ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ ആയിരിക്കും ഉള്ളത്, ചിലർക്ക് 2 എണ്ണം ഉണ്ടാകും. അതായത് സ്കിന്നും അതിൻ്റെ കൂടെ വേറൊരു ആക്സസറി റെസ്പിറേറ്ററി ഓർഗനും കൂടെ ഉണ്ടാകും. സോ അങ്ങനെ പല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്ക് നേച്ചറിൽ കാണാൻ പറ്റും. ബട്ട് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടും എല്ലാത്തിനെയും കുറിച്ചും ജനറലായിട്ടൊരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഓരോ ആക്സസറി റെസ്പിറേറ്ററി ഓർഗനെ സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണ്. ആ പോകുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ എക്സാമ്പിളും പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് മാൻഡേറ്ററി ദാറ്റ് യു ഹാവ് ടു ലേൺ ദി നെയിംസ് ഓഫ് ദി എക്സാമ്പിൾസ് ആൻഡ് യു ഹാവ് ടു ലേൺ ടു ഡ്രോ ദി ഡയഗ്രംസ്. ഇങ്ങനത്തെ ഡയഗ്രംസ് എവിടെയൊക്കെ ഉണ്ടോ ആ ഡയഗ്രംസ് ഒക്കെ മാക്സിമം വരയ്ക്കാൻ പഠിക്കും. ദീസ് ഓൾ ഡയഗ്രംസ് ആർ പ്രസൻറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രംസ് ഒക്കെ തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, സോ സ്കിൻ. ചില ഫിഷ് ലൈക്ക് നമ്മുടെ ഈൽ, കോമൺ ഈൽ അല്ലെങ്കിൽ ആംഗുല, പിന്നെ ഈ 2 പേര് കൂടെ പഠിച്ചോളൂ. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന 2 പേരാണ് പേരി ഓഫ് താൽമസ് അല്ലെങ്കിൽ ബോളി ഓഫ് താൽമസ്. ഈ പറയുന്ന ഫിഷിലൊക്കെ നമുക്ക് കാണാൻ പറ്റും സ്കിൻ, അവരുടെ സ്കിൻ ആസ് ഇൻ ഫ്രോഗിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവരുടെ സ്കിൻ എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദ സ്കിൻ ക്യാൻ ആക്ട് ആസ് എ റെസ്പിറേറ്ററി സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു സ്കിൻ എന്ന് പറയുന്ന റെസ്പിറേറ്ററി സ്ട്രക്ചർ ഇൻ അഡീഷൻ ടു ഗിൽസ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് സ്കിന്നിനെയും എന്തായിട്ട് കാണാം, സ്കിന്നിനെ നമുക്കൊരു ആക്സസറി റെസ്പിറേറ്ററി ഓർഗനായിട്ട് കാണാം. സോ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ വയ സ്കിൻ. അതിൻ്റെ ആവശ്യമില്ല, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. എനിവേസ്, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഫിഷസ് ഒക്കെ മിക്കവാറും ദേ ഹാവ് അല്ലെങ്കിൽ ദേ ഷോസ് എ ടെൻഡൻസി ടു എന്താ പറയുക to migrate from one water source to other water source during unfavorable condition. അപ്പോൾ ഡാംപ് ആയിട്ടുള്ള ഇച്ചിരി നനഞ്ഞ വെജിറ്റേഷനിലൂടെ ഈ ഫിഷസ് ഒക്കെ ഇങ്ങനെ നമുക്ക് ഈ പടത്തിൽ തന്നെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു വാട്ടർ സർഫസിൽ നിന്ന് അടുത്ത വാട്ടറിലൂടെ നമുക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പോകണമെങ്കിൽ ഇവർക്ക് ഈ പോകുന്ന സമയത്ത് ഇവരുടെ ഗിൽസ് വഴി റെസ്പിറേഷൻ നടക്കത്തില്ല. സോ എന്തുകൊണ്ടാണ് ഇവർക്ക് പോകാൻ പറ്റുന്നത്, ഇങ്ങനെ ഡാം വെജിറ്റേഷനിലൂടെ പോകാൻ പറ്റുന്നത്? ഓൺലി ബിക്കോസ് ദേ ക്യാൻ റെസ്പയർ ത്രൂ സ്കിന്നിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെസ്പിറേറ്ററി ഓർഗനിലൂടെ റെസ്പയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ഇൻ ദിസ് കേസ് ഇവിടെ വി ആർ ടോക്കിംഗ് അബൌട്ട് സ്കിൻ. സോ കോമൺ ഈൽ, ആംഗുല അല്ലെങ്കിൽ പെരി ഓഫ് താൽമസ്, ഇങ്ങനത്തെ ഫിഷസിലേക്ക് ക്യാൻ സീ ദാറ്റ് ദ സ്കിൻ ക്യാൻ ആക്ട് ആസ് എ റെസ്പിറേറ്ററി ഓർഗൻ. നൗ ഹിയർ ദ സ്കിൻ ഇസ് ഹൈലി മോയ്സ്റ്റ് ആണ്, ഗ്ലാൻഡുലാർ ആണ്. ഇറ്റ് ഇസ് ഹൈലി ഗ്ലാൻഡുലാർ നിറയെ ഗ്ലാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് മോയ്സ്റ്റ് ആവുന്നത്. ഇറ്റ് ഇസ് ഹൈലി വാസ്കുലാർ ആൻഡ് സർഫസ് ഏരിയ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി സ്കിൻ ക്യാൻ ആക്ട് ആസ് എ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ. സോ സ്കിൻ ഓർഗൻ ആണെന്നും അത് ഏത് ഫിഷിലാണെന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അടുത്തതാണ് ബക്കോഫാരിഞ്ചൽ റെസ്പിറേഷൻ. ബക്കോഫാരിഞ്ചൽ റെസ്പിറേഷനും ഏകദേശം നിങ്ങൾ ഫ്രോഗിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇനി പഠിക്കും കേട്ടോ. അപ്പോൾ എന്താണ് ബക്കൽ ഏരിയ, എന്താ ഫാരിഞ്ചൽ ഏരിയ? ഇത് നമ്മൾ സാധാരണ ഒരു ഫിഷിൻ്റെ ഒരു പടമാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫിഷ് ഇങ്ങനെ എയർ എടുക്കുകയാണെങ്കിൽ വെള്ളം എടുക്കുന്നതിൻ്റെ ഒരു മാർഗ്ഗമാണ്. കാരണം വായിലൂടെ വെള്ളം എടുത്ത് ഇറ്റ് റീച്ചസ് ദി ബക്കൽ ക്യാവിറ്റി, ഫ്രം ദി ബക്കൽ ക്യാവിറ്റി ഇറ്റ് റീച്ചസ് ദി ഫാരിങ്സിലൂടെ അത് ഗിൽസിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. ഇനി ഇതേ അല്ലെങ്കിൽ ബക്കൽ ഏരിയയിലുള്ള അല്ലെങ്കിൽ ഫാരിഞ്ചൽ ഏരിയയിലുള്ള ഇന്നർ വാൾ, ബക്കൽ ഏരിയയും ഫാരിഞ്ചൽ ഏരിയയും ഇന്നർ വാൾ in some fishes it is highly vascular ആണ്. ആൻഡ് ചില സമയത്ത് നമുക്ക് ഫോൾഡ് ഇങ്ങനെ ഉള്ളിലോട്ട് ഫോൾസും കാണാൻ പറ്റും. ഏതൊക്കെ ഫിഷിൻ്റെ കേസിലാണ് നമ്മൾ ഈ കാണുന്നത്? ഇതാണ് കേട്ടോ പെരി ഓഫ് താൽമസ് എന്ന് പറയുന്ന ഫിഷ്. ഈ ഫിഷ് ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും, വാ തുറന്നിരിക്കുന്ന കാണാൻ പറ്റില്ല. അപ്പോൾ ഈ അകത്ത് ഈ ബക്കൽ ക്യാവിറ്റിയിലും ഈ ഫാരിങ്സിലും ഒക്കെ ഉള്ള സ്കിൻ ഇവിടെ ഹൈലി വാസ്കുലർ ആണ്. അപ്പോൾ ബാക്കി എല്ലാ കണ്ടീഷൻസും ഉണ്ട്. വാസ്കുലർ ആണ്, തിൻ മെംബ്രൻ ആണ്, മോയിസ്റ്റ് ആണ്,
ഒരു ക്യാവിറ്റി ഉണ്ട് എയർ ട്രാപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കാണാൻ പറ്റും? നൗ ദിസ് സർഫസ് ആക്ട് ആസ് എ റെസ്പിറേറ്ററി സർഫസ്. ഇവർക്കിത് ഇതിലൂടെയും ഈ പറയുന്ന ബക്കൽ ക്യാവിറ്റിയുടെ അവിടെ ഇന്നർ വാളിലും ഫാരിഞ്ചൽ ക്യാവിറ്റിയുടെ അവിടെ ഇന്നർ വാളിലും ഇവർക്ക് എന്ത് നടക്കാൻ പറ്റും? റെസ്പിറേഷൻ നടത്താൻ പറ്റും. സോ അതിവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇവരും ഈ ഫിഷസൊക്കെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാം പേരുകൾ വിഗിൾ ചെയ്ത് ഇടയ്ക്ക് ആവശ്യമായിട്ട് പോകുന്ന ഫിഷസാണ്. So in some fishes the inner walls of the buccal cavity as well as the pharyngeal area chamber act as a respiratory surface. എങ്ങനെയാണ്? Because that area is highly vascular, is highly moist, and അവിടെ they can trap air by opening their mouth, and ആ trapped air മൗത്തിലൂടെയോ അല്ലെങ്കിൽ ഓപ്പക്കുലത്തിലൂടെയോ തിരിച്ചു പോകാം. ആൻഡ് ഫ്രം ദ trapped air ഇവിടെ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുലർ. അപ്പോൾ എനിക്ക് ഈ ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുലം പറയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ഏരിയ നിങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 1 minute, ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാം. സോ ദിസ് പെർട്ടിക്കുലർ ഗ്രീൻ കളർ ഏരിയ ആണ് ബക്കൽ ക്യാവിറ്റി. ഓക്കെ, അതൊന്ന് വെച്ചേക്കുക. നൗ ദിസ് ദിസ് ബ്ലൂ കളർ ഏരിയ ഇസ് കോൾഡ് ദി ഫാരിങ്സ്. ഓക്കെ, ഇനി ഈ ഒരു പിങ്ക് കളർ ഏരിയനെയാണ് നമ്മൾ ഓപ്പക്കുലാർ ഏരിയ അല്ലെങ്കിൽ ബ്രാക്കിയൽ ക്യാവിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. ഗിൽസ് ഇരിക്കുന്ന ആ ഒരു ഏരിയനെയാണ് നമുക്ക് ഓപ്പക്കുലാർ ചേംബർ അല്ലെങ്കിൽ ബ്രാക്കിയൽ ചേംബർ എന്നൊക്കെ പറയാം. ഇതിങ്ങനെ മെയിൻലി പറയാൻ കാര്യം വെച്ചാൽ നമുക്ക് ഈ ഒരു 3 ഏരിയനെ നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കാരണം ഈ 3 ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ടാകും. അപ്പോൾ എന്താണ് ബക്കൽ ക്യാവിറ്റി, ഏതാണ് ബക്കൽ ഏരിയ, ഏതാണ് ഫാരിഞ്ചൽ ഏരിയ, ഏതാണ് ബ്രാക്കിയൽ ഏരിയ. ബ്രാക്കിയൽ ഏരിയ അല്ലെങ്കിൽ ഓപ്പക്കുലാർ ചേംബർ എന്ന് പറയുന്നത് ദാറ്റ് പെർട്ടിക്കുലർ റീജിയൻ അറൗണ്ട് ദ ഗിൽസിന് ചുറ്റുമുള്ള ഏരിയയാണ് നമ്മൾ ബ്രാക്കിയൽ ചേംബർ അല്ലെങ്കിൽ ഓപ്പക്കുലാർ ഏരിയ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് അടുത്ത കാര്യത്തിലൂടെ ഒന്നുകൂടെ പോകാം. അപ്പോൾ ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുലം. എന്താണ് ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുലം? ഇൻ സർട്ടൺ ഫിഷസ് ലൈക്ക് ചെന്ന അല്ലെങ്കിൽ ഓഫ്യോസെഫാലസ്, ഓർ ഇതിൻ്റെ വേറൊരു പേരാണ് സ്നേക്ക് ഹെഡ്. പാമ്പിൻ്റെ തല പോലെ ഇരിക്കും കേട്ടോ ഈ മീനിനെ കാണാനായിട്ട്. അപ്പോൾ ഈ ഫിഷസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പെയർ ഓഫ് ചേംബേഴ്സ്. ഫാരിങ്സിൻ്റെ അവിടെ നിന്ന് 2 ചേംബർ, 2 സൈഡിൽ ഓരോ ചേംബർ ഔട്ട് ഗ്രോത്ത് കാണാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഞാൻ ഇവിടെ പടം കാണിച്ചാൽ അത് ഈ ഫിഷിലല്ല, ഇവിടെ ഫാരിങ്സിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ, ഫാരിങ്സിൻ്റെ അവിടെ നിന്നാണ് ഇങ്ങനെ ഔട്ട് ഗ്രോത്ത്. ഇത്രയും വലുതല്ല കേട്ടോ, ഇത്രയും ഉണ്ടാവും. ഔട്ട് ഗ്രോത്ത് ക്യാൻ ബി സീ ഫാരിങ്സിൻ്റെ അവിടെ നിന്ന്. ഓക്കെ, ഫാരിങ്സിൻ്റെ അവിടെ നിന്ന് ഔട്ട് ഗ്രോത്ത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് pharyngeal diverticula. That is ഒരു എക്സ്റ്റൻഷൻ ഓർ ഒരു പ്രൊജക്ഷൻ ഫ്രം ദ pharyngeal ഏരിയ. അതുകൊണ്ടാണ് അതിന് pharyngeal diverticulum എന്ന് വിളിക്കുന്നത്. pharyngeal diverticula എവിടെ കാണാൻ പറ്റും? ഓൺ ബോത്ത് സൈഡ്, 2 വശത്തും കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇത് എന്തിനാണ്? ആ എൻറ്റയർ ഗിൽ റീജിയനെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡൈവേർട്ടിക്കുലം അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കുന്നത്. സോ ഇൻ സർട്ടൺ ഫിഷസ് ലൈക്ക് ചന്ന അല്ലെങ്കിൽ snake head, you can see that extension can be seen arising from the pharynx on both side. എന്തിന് മുകളിലൂടെയാണ് വന്നിരിക്കുന്നത്? ഗിൽസിൻ്റെ മുകളിലൂടെ ഒക്കെ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊരു ക്യാവിറ്റി ആണല്ലേ, ഒരു ഫാരിങ്സിൻ്റെ അവിടെ നിന്ന് ഒരു ഔട്ട് ഗ്രോത്ത്, ഒരു സഞ്ചി പോലെ 2 സൈഡിലോട്ട് കിടക്കുകയാണ്. ഇതൊരു ക്യാവിറ്റിയാണ്. എയർ ക്യാൻ ബി ട്രാപ്ഡ് ഇൻ അല്ലെങ്കിൽ എയർ ക്യാൻ ബി ടേക്കൺ ഇൻ ത്രൂ ദ മൗത്ത് into this area, this chambers-ലോട്ട്, ഈ pharyngeal diverticulum-ലോട്ട് air can be taken in, and this internal wall of the pharyngeal diverticulum is vascular, is moist. So എന്ത് നടക്കും? that can act as a respiratory surface. So and in some fishes ഈ പറയുന്ന ഈ എയർ ക്യാവിറ്റി അല്ലെങ്കിൽ എയർ ചേംബർ പിന്നെയും ഉള്ളിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? പിന്നെയും ഉള്ളിലോട്ട് ഇങ്ങനെ ഫോൾഡഡ് ആയിട്ടുണ്ടാവും ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. സോ ഇതിനെയാണ് നമ്മൾ ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുലം? ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുലം എന്ന് പറയുമ്പോൾ ചില ഫിഷസിൽ, ചന്ന പോലത്തെ ഫിഷിൽ നമുക്ക് കാണാൻ പറ്റും ഫാരിങ്സിൻ്റെ അവിടെ നിന്ന് 2 എക്സ്റ്റൻഷൻ, 2 സൈഡിലും എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. ഏത് ഗിൽ ഏരിയയിലോട്ട് മൊത്തം അല്ലെങ്കിൽ ഗിൽ ഏരിയയുടെ ആ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് 2 ക്യാവിറ്റീസ് അല്ലെങ്കിൽ 2 ഏരിയാസ് കാണാൻ പറ്റും. ഇതിനെയാണ് ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുലം എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ ഈ ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുലം നമുക്ക് ഇവിടെ ഈ ഒരു പടത്തിൽ ഈ പടം അപ്പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഗില്ലിൻ്റെ ആ ഏരിയയിലോട്ട് ഈ ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുലം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണം? എന്താണ്? എയർ ക്യാൻ ഗെറ്റ് ഇൻ ആൻഡ് ഈ ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുലത്തിലോട്ട് എയറിന് വന്ന് ഇരിക്കാൻ പറ്റും. ആൻഡ് ദ വാൾ ഓഫ് ദിസ് ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുലം is highly thin, is highly vascular, so it can definitely act as a respiratory surface.
ഓക്കെ. അപ്പോൾ എയർ വായിലൂടെ എടുക്കുന്നു, ഫാരഞ്ചൽ ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ ഫാരഞ്ചൽ ചേംബറിലോട്ട് പോകുന്നു. ആൻഡ് എയർ പിന്നെ എന്താണ്, എയർ വേണമെങ്കിൽ മൗത്തിലൂടെ അവർക്ക് തിരിച്ചു വിടാം, അല്ലെങ്കിൽ അവർക്കത് ഓപ്പക്കുലത്തിലൂടെയും അവർക്ക് എന്ത് ചെയ്യാം, അത് തിരിച്ച് പുറത്തോട്ട് വിടാം. മെയിൻലി അവർ ഓപ്പക്കുലത്തിലൂടെയാണ് എയർ തിരിച്ചത്. ഇങ്ങനെ എയർ ഇങ്ങനെ കയറിയിട്ട് ഓപ്പക്കുലത്തിലൂടെ ഈ എയർ അങ്ങ് തിരിച്ചിറങ്ങി പോവാണ്. സോ ദിസ് ഇസ് എ റൂട്ട് ത്രൂ മൗത്ത് ഇൻ ടു ദി ഫാരഞ്ചൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഫാരഞ്ചൽ ഡൈവേർട്ടിക്കുലം ആൻഡ് ത്രൂ ദി ഓപ്പക്കുലം പുറത്തോട്ട് പോവാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യണേ. പാസേജ് ഓഫ് അല്ലെങ്കിൽ റൂട്ട് ഓഫ് എയർ, അത് എല്ലാത്തിലും നമ്മളൊന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞു പോകും, പക്ഷേ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുമ്പോൾ ഒന്ന് ആഡ് ചെയ്യുക. മൗത്ത് എന്താണ്, എയർ ഇസ് ടേക്കൺ ഇൻ ത്രൂ ദ മൗത്ത്, ഇറ്റ് റീച്ചസ് ത്രൂ ദ ബക്കൽ ക്യാവിറ്റി, ഫാരൻസിലെത്തിയിട്ട് ഫാരൻസിൽ അത് ഫാരഞ്ചൽ ഡൈവേർട്ടിക്കൽ എത്തുന്നു. അവിടെ അത് റെസ്പിറേഷൻ നടന്നിട്ട് ഓപ്പക്കുലത്തിലൂടെ എയർ തിരിച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അത് എവിടെയാണ് നടക്കുന്നത്? ചന്ന പോലത്തെ ഫിഷിലാണ് നടക്കുന്നത്. ആൻഡ് ഇൻ സം ഫിഷസ് അത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ആൽവിയോളെ പോയി നന്നായിട്ട് ഫോൾഡ് ചെയ്ത് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് എന്താണ്? അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞു, ബക്കൽ അല്ലെങ്കിൽ ഫെറിഞ്ചിയൽ ക്യാവിറ്റി അല്ലെ ബക്കോ ഫെറിഞ്ചിയൽ എപ്പിത്തീലിയം, അവിടുത്തെ എപ്പിത്തീലിയം ഓൾറെഡി ഉള്ള എപ്പിത്തീലിയം ഒരു റെസ്പിറേറ്ററി സർഫസ് ആയിട്ട് ചില ഫിഷിൽ ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഫാരിങ്സിൽ ഒരു പ്രൊജക്ഷൻ വരുന്നതിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത എന്താണ്? അലിമെൻ്ററി കനാൽ ഇൻ സർട്ടൺ ഫിഷസ് ലൈക്ക് ഈ ഒരു ഫിഷിൻ്റെ പേരാണ് കാറ്റ് ഫിഷ്, അല്ലെങ്കിൽ ഇതിൻ്റെ പേരാണ് കാലിക്തസ്, കാറ്റ്ഫിഷ് ഓർ കാലിക്തസ്. ആൻഡ് ദിസ് ഫിഷ് ഇസ് നോൺ ആസ് ഗോബിയസ്. ഈ ഗോബിയസ് എന്ന് പറയുന്ന ഫിഷിനും ഈ കാലിക്തസ് അല്ലെങ്കിൽ കാറ്റ് ഫിഷ് എന്ന് പറയുന്ന ഫിഷിനും അലിമെൻ്ററി കനാൽ, സർട്ടൺ പാർട്സ് ഓഫ് ദ അലിമെൻ്ററി കനാൽ ക്യാൻ ആക്ട് ആസ് ദി റെസ്പിറേറ്ററി അഡീഷണൽ റെസ്പിറേറ്ററി ഓർഗൻ. എങ്ങനെ? ഈ കാലിക്തസിലാണ് ഈ റെക്റ്റം എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു റെസ്പിറേറ്ററി സർഫസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ റെക്റ്റത്തിൻ്റെ അവിടെ wall is very thin, it is highly vascular, so air is taken in through the mouth, through the alimentary canal. അവിടെ എത്തുകയാണ്, രക്തത്തിലെത്തിയിട്ട് രക്തത്തിൻ്റെ അവിടെ റെസ്പിറേഷൻ നടക്കുന്നു. ആൻഡ് ആഫ്റ്റർ റെസ്പിറേഷൻ എയർ പുറത്തോട് ഏത് വഴിയാണ് പോകുന്നത്? ഏനസ് വഴി അങ്ങ് പോകും. അതെവിടെ? കാലിക്തസിൻ്റെ കേസിൽ. ഇനി ഗോബിയസിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഗോബിയസിൽ ഇറ്റ് ഇസ് നോട്ട് ദി റെക്ടം ബട്ട് ഇറ്റ് ഇസ് ദി ഇൻറ്റസ്റ്റൈൻ. ഗോബിയസിൽ ഇൻറ്റസ്റ്റൈൻ ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? റെസ്പിറേറ്ററി സർഫസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടിൽ മാത്രം വ്യത്യാസമുള്ളൂ, ബാക്കി പ്രോസസ്സൊക്കെ ഇവിടെയും സെയിം ആണ്. മൗത്തിലൂടെ എയർ കയറുന്നു, എയർ കയറി അലിമെൻ്ററി കനാലിൽ വന്ന് ഇൻറ്റസ്റ്റൈനിൽ നിൽക്കുകയാണ്. ഇൻറ്റസ്റ്റൈനിൽ വാൾ തിന്നാണ്, ഹൈലി വാസ്കുലർ ആണ്. സോ വാൾ എന്ന് പറയുമ്പോൾ ദ കംപ്ലീറ്റ് വാൾ അല്ല, ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ബ്ലഡ് വെസൽ ആൻഡ് ദി എയർ ഇൻ ദി ഇൻറ്റസ്റ്റൈൻ ആണ് കേട്ടോ ഞാൻ തിന്നെന്ന് പറയുന്നത്. സോ അവിടെ റെസ്പിറേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ആൻഡ് ആഫ്റ്റർ റെസ്പിറേഷൻ ദ എയർ വിൽ മൂവ് ഔട്ട് ത്രൂ ദി ഏനസ്. സോ ഇതാണ് ആലിമെൻ്ററി കനാലിൻ്റെ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ. ഏതൊക്കെ ഫിഷിലാണ്? കാറ്റ് ഫിഷ് അല്ലെങ്കിൽ കാലിക്തസ് ആൻഡ് ഗോബിയസ്. കാറ്റ് ഫിഷിൽ റെക്റ്റം ആണെങ്കിൽ ഗോബിയസിൽ എവിടെയാണ്? ഇൻറ്റസ്റ്റൈനിലാണ്. ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലർ അല്ലെങ്കിൽ ഓപ്പക്കുലാർ ലങ്. എന്തായിരിക്കും അത്? അതായത് ഇവിടെ ബ്രാക്കിയൽ, നമ്മൾ നേരത്തെ ഫെറിഞ്ചൽ ഡൈവേർട്ടിക്കുലാണ് പറഞ്ഞു. ഫെറിഞ്ചൽ ഡൈവേർട്ടിക്കുലം എവിടെ നിന്നാണെന്ന് പറഞ്ഞു? ഫാരിങ്സ് എന്നാണ് പറഞ്ഞെങ്കിൽ ഈ ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലം എവിടെ നിന്നായിരിക്കും ഉണ്ടാവുന്നത്? ഈ ബ്രാക്കിയൽ ഏരിയ, അതായത് ബ്രാക്കിയൽ ഏരിയ അല്ലെ ഗിൽ ചേംബറിൻ്റെ അവിടെ, ആ ഓപ്പക്കുലത്തിൻ്റെ അവിടെ നിന്നൊരു എക്സ്റ്റെൻഷൻ ഓർ അവിടെ നിന്നൊരു ചെറിയൊരു പ്രൊജക്ഷൻ ലൈക്ക് ദിസ്. ഓക്കെ, ഇൻ ദിസ് കേസ് ഇവിടെ നിന്നാണ് ഒരു എക്സ്റ്റൻഷൻ വരുന്നത്, പ്രൊജക്ഷൻ. നമുക്ക് 2D ആണ്. അപ്പോൾ മുകളിലോട്ട് ഡോഴ്സൽ സർഫസിലോട്ട് ഏകദേശം തലയുടെ മുകളിലോട്ട് അല്ലെങ്കിൽ തലഭാഗത്തോട്ട് ആ മുകളിലോട്ടാണ് ഈ ബ്രാക്കിയൽ ചേംബറിൻ്റെ അവിടെ നിന്നൊരു പ്രൊജക്ഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വരുന്നത്. അതിങ്ങനെ എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ, നമുക്ക് വേറെ പടം കാണുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്റ്റൻഷൻ ചില ഫിഷസിൽ കാണാൻ പറ്റും. ആൻഡ് ദിസ് എക്സ്റ്റൻഷൻ ഓർ ദിസ് ഡൈവേർട്ടിക്കുലം ക്യാൻ ആക്ട് ആസ് എ റെസ്പിറേറ്ററി സർഫസ്. നൗ ദിസ് പെർട്ടിക്കുലർ ഈ ഒരു സെക്ഷൻ ഓർ ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഹൈലി വാസ്കുലർ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഈ ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലർ അല്ലെങ്കിൽ ഓപ്പക്കുലാർ ലങ് എന്ന് പറയും. സോ ഇറ്റ് ഈസ് എ ഡൈവേർട്ടിക്കുലം ഓർ ഒരു എക്സ്റ്റൻഷൻ സ്പെഷ്യലൈസ്ഡ് ചേംബർ വിച്ച് അറൈസ് ഫ്രം ദി ഓപ്പക്കുലാർ ഏരിയ അല്ലെങ്കിൽ ഗിൽ ചേംബർ അല്ലേ, ആ ഒരു ഗിൽസിൻ്റെ അവിടെയുള്ള ബ്രാക്കിയൽ ചേംബർ എന്ന് വരുന്ന ഒരു എക്സ്റ്റൻഷനോ ഡൈവേർട്ടിക്കുലമാണ്. ആൻഡ് ഇവിടെ ഇത് തന്നെ പല രീതിയിലുണ്ടാകും. ചിലപ്പോൾ ദ ഡൈവേർട്ടിക്കുലം ക്യാൻ ബി ഫോൾഡഡ് ഓർ ദ ഡൈവേർട്ടിക്കുലം ക്യാൻ ആക്ച്വലി എക്സ്റ്റെൻഡ്
ത്രൂ ഔട്ട് ദ ബോഡി ലെങ്ത്, അല്ലെങ്കിൽ ഡൈവേർട്ടിക്കലിൻ്റെ അകത്ത്, ഈ ക്യാവിറ്റിക്ക് അകത്ത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ട്രക്ചർ ഉണ്ടാകും. ഇങ്ങനെ പല പല മോഡിഫിക്കേഷൻസ് ക്യാൻ ബി സീൻ ഇൻ ദിസ് ബ്രാക്കിയൽ ഡൈവേർട്ടിക്കൽ. അപ്പോൾ ആ മോഡിഫിക്കേഷൻ 3 ഞാനിവിടെ പറയുന്നത്. വൺ ഇസ് ലോങ് ട്യൂബുലർ എയർ സാക്ക്, the next one is dendriform organ, and the third one is labyrinthine organ. അപ്പോൾ ഒരു ബ്രാക്കിയൽ ഓപ്പക്കുലം നമുക്കിവിടെ കാണാം. നോക്കി, ഈ ഫിഷിൻ്റെ പേരാണ് സാക്കോബ്രാങ്കസ്. അതായത് ബ്രാങ്കസ് റീജിയനിൽ ഒരു സാക്ക് പോലത്തെ സ്ട്രക്ചർ ഉണ്ടെന്നാണ്. എന്തായാലും ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഹെറ്ററോന്യൂക്സിസ് ആണ്. ഈ ഫിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി, ഇവിടെ ഈ ബ്രാക്കിയൽ ഏരിയ അല്ലെങ്കിൽ ഗില്ലിരിക്കുന്ന ഏരിയയുടെ അവിടെ നിന്ന് ഒരു സാക്ക് സഞ്ചി പോലെ ഒരു എക്സ്ട്രാ ചേംബർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലേ. ഞാൻ വേണമെങ്കിൽ അതിനെ വേറൊരു കളറോട് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, നൗ ദിസ് ഗ്രീൻ കളർ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റില്ല. ഇത് സാക്ക് ലൈക്ക് എക്സ്റ്റൻഷൻ. ഇത് ഒരെണ്ണമല്ല, 2 ഉണ്ട് കേട്ടോ. അതെ, അപ്പുറത്തെ സൈഡിലുണ്ട്. ആ അപ്പുറത്തെ സൈഡിൻ്റെ ഓപ്പണിംഗ് ആണ് ഈ കാണിച്ചേക്കുന്നത്. സോ എ പെയർ ഓഫ് ഇലോങ്ങേറ്റഡ് എയർ സാക്ക്, ലോങ് ആയിട്ടുള്ള ട്യൂബുലർ ആയിട്ടുള്ള എയർ സാക്ക് എവിടെ കാണാൻ പറ്റും? ഡോഴ്സൽ സർഫസിൽ. ഇതാണല്ലോ ഡോഴ്സൽ സർഫസ് അല്ലേ. ഇത് ഡോഴ്സൽ സർഫസ്, ഇത് വെൻട്രൽ സർഫസ്. സോ ഓൺ ദ ഡോഴ്സൽ സർഫസ് ഓഫ് ദീസ് ഫിഷസ് വി ക്യാൻ സീ ദാറ്റ് a pair of long tubular air sac can be seen arising from the brachial area. ഏത് ഏരിയ എന്നാണ് വന്നത്? ഈ പറയുന്ന ബ്രാക്കിയൽ ഏരിയ എന്നാണ് വരുന്നത്. റൈറ്റ്. സോ ഇത് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലം ആണല്ലോ. അതെ, അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലമാണ്. അപ്പോൾ എന്താ പ്രത്യേകത? ഈ പർട്ടിക്കുലർ ബ്രാക്കിയൽ ഡൈവേർട്ടും ചിലപ്പോൾ അങ്ങ് വാലിൻ്റെ അറ്റം വരെ എത്താം കേട്ടോ. Now this particular brachial diverticulum or this extension is an accessory respiratory organ. എങ്ങനെ? Now air, I can use another color. Air will come through the mouth. മൗത്തിൽ കൂടെ വന്ന് ബ്രാക്കിയൽ ചേമ്പറിലൂടെ വന്ന് ഇതിന് എങ്ങോട്ട് പോകാൻ പറ്റും? എയർ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകും, ഈ ചേമ്പറിൻ്റെ ഉള്ളിലോട്ട് പോകും. ഉള്ളിലോട്ട് പോയിട്ട് അവിടെ റെസ്പിറേഷൻ നടക്കും. റെസ്പിറേഷൻ നടത്തിച്ച് എയർ ഓപ്പക്കുലം വഴി തിരിച്ച് പുറത്തോട്ട് പോവുകയാണ് നടക്കുന്നത്. സോ സിൻസ് ദിസ് ബ്രാക്കിയൽ ചേംബർ ഓർ ദിസ് ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലം വിച്ച് ഇസ് നോൺ ആസ് എയർ സാക്ക്, ഇൻ ദിസ് കേസ് ഈ ഫിഷിൻ്റെ കേസിൽ ഈ ലോങ് എയർ സാക്ക്, അതിൻ്റെ വാൾസ്, ഈ ചേംബറിൻ്റെ വാള് റെസ്പിറേറ്ററി സർഫസ് ആയതുകൊണ്ട്, ഹൈലി വാസ്കുലർ ആയതുകൊണ്ട് അവിടെ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. സോ ദിസ് ഇസ് വൺ ടൈപ്പ് ഓഫ് ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലം. ഏതാണ് ആ ടൈപ്പിൻ്റെ പേര്? ലോങ് ട്യൂബുലർ എയർ സാക്സ് ഇൻ സാക്കോബ്രാങ്കസ് ഓർ ഹെറ്ററോന്യൂക്സിസ്. ഇനി അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലം കാണാം. അത് നമുക്ക് മെയിൻലി അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്യാറ്റ് ഫിഷ് ക്ലാരിയസിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലത്തിൻ്റെ അകത്ത്, ഇവിടെ ഈ ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലത്തിൻ്റെ അകത്ത് യു ക്യാൻ സീ അനദർ സ്ട്രക്ചർ. ഒരു പ്രത്യേക തരം ഒരു പുതിയ സ്ട്രക്ചർ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. എന്താണ് ആ സ്ട്രക്ചറിൻ്റെ പേര്? ആ സ്ട്രക്ചറിൻ്റെ പേരാണ് ആർബോറസെൻറ്റ് ഓർഗൻ അല്ലെങ്കിൽ ഡെൻഡ്രിഫോം ഓർഗൻ. എന്താണ് പേര്? ആർബോറസെൻറ്റ് ഓർഗൻ അല്ലെങ്കിൽ ഡെൻഡ്രിഫോം ഓർഗൻ. ഈ ഡെൻഡ്രിഫോം അല്ലെങ്കിൽ ആർബോറസൻ എന്ന് വെച്ചാൽ ട്രീ ലൈക്ക്, മരം പോലെ എന്നൊരർത്ഥമേ ഉള്ളൂ. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ യു ക്യാൻ സീ ദാറ്റ് ഈ 1 2 3 4 5 ഈ 5 ഗിൽസിൽ, ഇവർക്ക് 5 ഗിൽസാണ് കേട്ടോ ഉള്ളത്. 5 ഗിൽസിൽ ഏകദേശം 2ാമത്തെ ഗില്ലും 4ാമത്തെ ഗില്ലിൻ്റെ അവിടെ നിന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറിൻ്റെ ഫോർമേഷൻ കാണാൻ പറ്റും അല്ലേ? ഒരു കോറലൊക്കെ പോലെയുള്ള ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ. നൗ ദിസ് ട്രീ ലൈക്ക് സ്ട്രക്ചർ, ഇതിനെയാണ് നമ്മൾ ഡെൻഡ്രിഫോം ഓർഗൻ എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രിഫോം ഓർഗൻ എവിടെയാണ് ഇരിക്കുന്നത്? ഈ ബ്രാക്കിയൽ ക്യാവിറ്റി അല്ല, ഇതാണല്ലോ നമ്മുടെ ഗിൽസ് ഇരിക്കുന്ന ക്യാവിറ്റി. ഈ ഗിൽസ് ഇരിക്കുന്ന ക്യാവിറ്റിക്ക് ഒരു എക്സ്റ്റൻഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ആ എക്സ്റ്റൻഷൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഞാനൊന്ന് പടം വരച്ച് കാണിക്കാം കേട്ടോ. കാറെടുക്കട്ടെ, മേ ബി ഇതാണ് ബ്രാക്കിയൽ ക്യാവിറ്റി. ആ ബ്രാക്കിയൽ ക്യാവിറ്റിയുടെ എക്സ്റ്റൻഷൻ ഇതിനെയാണ് നമുക്ക് ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലം എന്ന് വിളിക്കാൻ പറ്റുന്നത്. സോറി, അത്രയും ഇല്ല കേട്ടോ ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലം. ഇതാണ് ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലം. ഈ ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലത്തിൻ്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നെങ്കിൽ ഈ ട്രീ പോലത്തെ സ്ട്രക്ചർ. ഈ ട്രീ പോലത്തെ സ്ട്രക്ചറിൻ്റെ പേരാണ് ഡെൻഡ്രിഫോം ഓർഗൻ. അത് എവിടെ നിന്ന് ഉണ്ടാവുന്നത്? ഗിൽസ്. ഏതൊക്കെ ഗിൽസ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് ഫ്രം ദി
സെക്കൻഡ് ആൻഡ് ദി ഫോർത്ത് ഗിൽ ആർച്ച്, രണ്ടാമത്തെയും നാലാമത്തെയും ഗിൽ ആർച്ചിൽ നിന്നാണ് നമുക്കിത് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നത് ഗില്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് ഗിൽ ആർച്ച് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഗില്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഗിൽ ആർച്ചിൻ്റെ രണ്ടാമത്തെയും നാലാമത്തെയും ഗിൽ ആർച്ചിൽ നിന്ന് നമുക്ക് കുറച്ച് മരം പോലത്തെ സ്ട്രക്ചർ കാണാൻ പറ്റും. ഈ മരം പോലത്തെ സ്ട്രക്ചർ, ആർബോർസെൻറ്റ് സ്ട്രക്ചർ എവിടെയാണ് ഇരിക്കുന്നത്? ഇവരുടെ ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലം, അതായത് എക്സ്റ്റൻഷൻ ഫ്രം ദി ഗിൽ ചേംബർ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ഒരു സ്ട്രക്ചറാണ്. ചിലയിടത്ത് അതൊരു എക്സ്റ്റൻഷൻ നീണ്ട ട്യൂബ് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. വേറൊരു സ്ഥലത്ത് ആ എക്സ്റ്റൻഷൻ്റെ അകത്ത് ദർ ബി അഡീഷണൽ സ്ട്രക്ചർ എന്ന് പറയും. അങ്ങനത്തെ ഒരു അഡീഷണൽ സ്ട്രക്ചറാണ് എന്ത്? ഈ പറയുന്ന ആർബോർസെൻറ്റ് ഓർഗൻ. സോ ആർബോർസെൻറ്റ് ഓർഗൻ എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നത്? സുപ്രാബ്രാക്കിയൽ ചേംബർ. സുപ്രാബ്രാക്കിയൽ ചേംബർ എന്ന് പറയുമ്പോൾ ബ്രാക്കിയലിന് തൊട്ട് മുകളിലുള്ള ചേംബറിനെയാണ് നമ്മൾ സുപ്രാബ്രാക്കിയൽ ചേംബർ എന്ന് പറയുന്നത്. ബ്രാക്കിയൽ ചേംബറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇതായിരിക്കും നിങ്ങളുടെയൊക്കെ ടെക്സ്റ്റിലുള്ള ഡയഗ്രാം. അവിടെ എവിടുന്നാണ് ഈ പറയുന്നത്? ആ ചേംബറിൽ നമുക്കൊരു സ്ട്രക്ചറിനെ കാണാൻ പറ്റും. അതിൻ്റെ പേരാണ് ആർബോർസെൻറ്റ് ഓർഗൻ. ഈ ആർബോർസെൻറ്റ് ഓർഗൻ്റെ എവിടുന്നാണ് ഉണ്ടായിരിക്കുന്നത്? ഇവരുടെ ഗിൽസിൻ്റെ ആർച്ച്, ഗിൽ ആർച്ച്. ഗിൽ ആർച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗില്ലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ കാണുന്നതാണ് ഗില്ല്. ഗില്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സ്ട്രക്ചറിനെയാണ് ഗിൽ ആർച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെയും നാലാമത്തെയും ഗിൽ ആർച്ചിൻ്റെ അവിടെ നമുക്ക് മരം പോലത്തെ സ്ട്രക്ചർ, ഡെൻഡ്രിഫോം സ്ട്രക്ചർ കാണാൻ പറ്റും. എന്താണ് ഈ ഡെൻഡ്രിഫോം സ്ട്രക്ചറിൻ്റെ പ്രത്യേകത? ഈ ഡെൻഡ്രിഫോം സ്ട്രക്ചർ ഭയങ്കര വാസ്കുലാറാണ്. നമുക്ക് ആ കളർ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു റെഡിഷ് ഓറഞ്ചിഷ് കളറാണ്. ഹൈലി വാസ്കുലാറാണ്. സോ ഇറ്റ് ഇസ് റിച്ച് ഇൻ ബ്ലഡ് വെസൽസ്, തിന്നാണ്. ആൻഡ് ഈ ബ്രാക്കിയൽ ചേംബറിലോട്ട് എയറിന് വരാം. ഇവർക്ക് മൗത്തിലൂടെ ദേ വിൽ ടേക്ക് ഇൻ എയർ. അപ്പോൾ ഒരു വായിലൂടെ എയർ എടുക്കുന്നു. ആ വായിലൂടെയുള്ള എയർ ബക്കൽ ക്യാവിറ്റി കൂടെ, ഫാരിഞ്ചൽ ക്യാവിറ്റി കൂടെ ചെന്ന് എവിടെ എത്തുന്നു? ബ്രാക്കിയൽ ക്യാവിറ്റിയിൽ എത്തുന്നു. ബ്രാക്കിയൽ ക്യാവിറ്റി എന്നത് ഏത് ക്യാവിറ്റിയിലോട്ടുന്നു? ഈ പറയുന്ന സുപ്രാ ബ്രാക്കിയൽ ചേംബറിൽ എത്തുന്നു. ആ എയർ അവിടെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ ബ്രാക്കിയൽ വാൾ ആണോ റെസ്പയർ ചെയ്യുന്നത്? അല്ല. ഇവിടെ ആരാ റെസ്പയർ ചെയ്യുന്നത്? ഈ ചേംബറിലോട്ട് എയർ എത്തുന്നതേ ഉള്ളൂ. ആ ചേംബറിലിരിക്കുന്ന ഈ ആർബോറസെൻറ്റ് ട്രീ ലൈക്ക് ഓർഗനാണ് എന്ത് ചെയ്യുന്നത്? റെസ്പിറേഷന് സഹായിക്കുന്നത്. അപ്പോൾ ഈ റെസ്പിറേഷൻ ഇവിടെ ഒരു മുറി, ഒരു ചേംബർ ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചേംബർ അറൈസ് ചെയ്യുന്നത് ബ്രാക്കിയൽ ഏരിയയിൽ, ഓപ്പർക്കുലർ ഏരിയയിലോട്ടാണ്. ഓപ്പർക്കുലർ ഏരിയയിൽ നിന്നായതുകൊണ്ടാണ് നമ്മളിതിനെ ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലത്തിൻ്റെ അകത്ത് പഠിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു വേറൊരു എക്സ്ട്രാ ഓർഗനെ കാണാൻ പറ്റും. ഓക്കെ, ഇത് എവിടെയാണ് നമ്മൾ കാണുന്നത്? ക്ലാരിയസിൽ. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ഒന്നുകൂടെ ഓർക്കുക. ബ്രാക്കിയൽ റീജിയൻ അല്ലെങ്കിൽ ഓപ്പക്കുലർ റീജിയൻ്റെ അവിടുന്ന് ഒരു എക്സ്റ്റൻഷനെയാണ് നമ്മൾ ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലം എന്ന് പറയുന്നത്. ഒരിടത്ത് സാക്ക്, ഒരു നീണ്ട ട്യൂബ് പോലെയാണ് ഇരിക്കുന്നത്. ആൻഡ് ദിസ് ഡൈവേർട്ടിക്കുലത്തെ തന്നെ ഇവിടെ റെസ്പയർ ചെയ്യാൻ പറ്റും. ഇൻ ദിസ് കേസ് ഇവിടെ ഈ ഡെൻഡ്രിഫോമിൻ്റെ അവിടെ ശരിക്കും പറഞ്ഞാൽ ബ്രാക്കിയലിൻ്റെ അവിടെ നിന്ന്, അല്ലെങ്കിൽ ഈ ഓപ്പക്കുലർ റീജിയൻ്റെ അവിടെ നിന്ന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. പക്ഷേ ആ എക്സ്റ്റൻഷൻ്റെ അകത്ത് യു ക്യാൻ സി എൻ്റെ അഡീഷണൽ സ്ട്രക്ചർ ക്യാൻ ബി സി. ഈ അഡീഷണൽ സ്ട്രക്ചർ എവിടെ നിന്ന് ഉണ്ടായിരിക്കുന്നത്? ഗില്ലിൻ്റെ അവിടെ നിന്ന് തന്നെയാണ്. ഗിൽ ആർച്ച് എന്നൊരു മരം പോലത്തെ സ്ട്രക്ചറിനെ കാണാൻ പറ്റും. ആർബോർസെൻറ്റ് ഓർഗൻ ക്യാൻ ബി സി. ഈ ആർബോർസെൻറ്റ് ഓർഗൻ എന്ത് ചെയ്യാൻ പറ്റും? റെസ്പിറേഷൻ, എയർ ബ്രീത്ത് ചെയ്യാൻ പറ്റും. എങ്ങനെ എയർ എത്തുന്നത്? വായിലൂടെ ചെന്ന് ബക്കൽ ക്യാവിറ്റിയിലൂടെ, ഫാരിഞ്ചിലൂടെ, അത് എവിടെ എത്തുകയാണ്? ബ്രാക്കിയൽ ചേംബറിൻ്റെ അവിടെയുള്ള സുപ്രാ ബ്രാക്കിയൽ ആയിട്ടുള്ള ഈ പറയുന്ന ചേംബറിലെത്തും. ആ ചേംബറിൽ ആരുണ്ട്? ഡെൻഡ്രിഫോം ഓർഗൻസ് ഉണ്ട്. അവർ റെസ്പയർ ചെയ്യും. ആൻഡ് അതിനുശേഷമുള്ള എയർ ഓപ്പക്കുലത്തിലൂടെ പുറത്തോട്ട് പോകും. ഓക്കെ, എക്സാമ്പിളാണ് ഇന്ത്യൻ ക്യാറ്റ് ഫിഷ് അല്ലെങ്കിൽ ക്ലാരീസ്. നിങ്ങൾക്ക് ഈ പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ലീവ് ഇൻ എ കമൻറ്റ് ഇടുക. സോ ഞാൻ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ, ഇനി തന്നെ ബ്രാക്കിയൽ ഡൈവേർട്ടിക്കുലത്തിൻ്റെ വേറൊരു വെറൈറ്റി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നേരത്തെ ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ഗിൽ ചേംബറിൻ്റെ അവിടെ നിന്നുള്ള ഡൈവേർട്ടിക്കുലം. ഇങ്ങനെ ഇരിക്കും ഡൈവേർട്ടിക്കുലം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഗിൽ ആർച്ചിൽ നിന്നൊരു കോറൽ ലൈക്ക് മരം പോലത്തെ ഒരു സോഫ്റ്റ് സ്ട്രക്ചർ ഉണ്ടാകുന്ന കാര്യമാണ് പറയണമെങ്കിൽ ഇൻ സർട്ടൺ അതർ ഫിഷസ് ലൈക്ക് അനാബസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമ്പിംഗ് പേർച്ച്, ബീറ്റ, ഗൗരമി, ഇങ്ങനത്തെ ഫിഷിലൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു സ്ട്രക്ചറല്ല കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ ഗിൽ റാക്കേഴ്സ് അല്ലെങ്കിൽ ഗില്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗിൽ ആർച്ചിൻ്റെ അവിടെ നിന്ന് ഗിൽ ആർച്ചിൻ്റെ അവിടെ നിന്ന് ഉണ്ടായി വരുന്ന ഒരു ബോണി സ്ട്രക്ചറാണ്. എന്ത് സ്ട്രക്ചറാണ്? ഒരു ബോണി പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചർ. ഈ പ്ലേറ്റ് ലാബ്രിന്തായിട്ടായിരിക്കുന്നത്. എന്താ ലാബ്രിന്ത്? നമ്മൾ ഈ പറയുന്ന കിട്ടുമുയലിനെ വഴി കണ്ടുപിടിക്കൂ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇത് ഇങ്ങനെ 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 സ്ട്രക്ചേഴ്സ്, ഈ മേസ് ലൈക്ക് സ്ട്രക്ചർ, ഇങ്ങനത്തെ സ്ട്രക്ചറിനെയാണ് നമ്മൾ ലാബ്രിന്ത് എന്ന് പറയുന്നത്. എന്താണ്? ലാബ്രിന്ത്. ഓക്കെ, അതിനെ ടോട്ടലായിട്ട് നമ്മൾ വിളിക്കുന്നതാണ് ലാബ്രിന്ത്. അപ്പോൾ ഇതുപോലെ
അവിടെ അതായത് ഈ ഗില്ലിന് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, ഗില്ലിൻ്റെ ഈ പ്ലേറ്റിൽ നിന്ന് ഗിൽ ആർച്ചിൽ നിന്ന് കുറേ ബോണി സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടായി വരണം, പല പല ലെയറായിട്ട് ഇങ്ങനെ ഉണ്ടായി വരണം. അപ്പോൾ ഈ ബോണി സ്ട്രക്ചർ ഉണ്ടായിട്ട് എന്താ കാര്യം? ബോണി സ്ട്രക്ചർ ഉണ്ടായിട്ട് അത് എവിടെ ഇരിക്കുന്നത്? സുപ്രാ ബ്രാക്കിയൽ, ബ്രാങ്കിയൽ ഡൈവോർട്ടിക്കലത്തിനകത്താണ്. ഓപ്പക്കുലർ റീജിയൻ്റെ അവിടെ നിന്നുള്ളൊരു ചെറിയൊരു എക്സ്റ്റൻഷൻ്റെ അകത്താണ് അവർ ഇരിക്കുന്നത്, ഒരു ചേമ്പറിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഈ ബോണി സ്ട്രക്ചർ, ഈ ലാബ്രിന്ത് സ്ട്രക്ചറിന് പുറത്ത് നമുക്കൊരു തിൻ ലെയർ ഓഫ് ഒരു തിൻ എപ്പിത്തീലിയം കാണാൻ പറ്റും. ആൻഡ് ദിസ് എപ്പിത്തീലിയം ഇസ് ഹൈലി വാസ്കുലർ. അപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ ലാബ്രിന്ത് ഓർഗൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു എപ്പിത്തീലിയൽ ലൈനിങ് ഉണ്ട്, ഒരു ലെയർ ഓഫ് സ്കിന്നുണ്ട്, എപ്പിത്തീലിയം ഉണ്ട്. ഈ എപ്പിത്തീലിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് ഹൈലി വാസ്കുലർ. അപ്പോൾ ഇവിടെ എയർ വന്നാലും, ഇവിടെ ഈ ഒരു ക്യാവിറ്റിയിൽ ഇതിന് എങ്ങനെയും എയർ കിട്ടിയാൽ ഈ വാസ്കുലർ സർഫസിന് എന്ത് ചെയ്യാൻ പറ്റും? ആ എയറിൽ നിന്ന് ഓക്സിജൻ എടുക്കാനും തിരിച്ച് ബ്ലഡിലുള്ള കാർബൺ ഡയോക്സൈഡിനെ ഈ എയറിലോട്ട് കൊടുക്കാനും പറ്റും. സോ ദിസ് ലാബ്രിന്തൈൻ ഓർഗൻ ക്യാൻ ആക്ട് ആസ് എ അഡീഷണൽ റെസ്പിറേറ്ററി ഓർഗൻ. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും എയർ വരുന്നത്? ഡെഫിനറ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൗത്തിലൂടെ, ബക്കൽ ക്യാവിറ്റിയിലൂടെ, ഫാരിങ്സിലൂടെ, ബ്രാക്കിയൽ ക്യാവിറ്റിയിലൂടെ ചെന്നിട്ട് അത് എവിടെ എത്തുന്നു? നമ്മുടെ ബാക്കിയൽ ഡൈവോർട്ടിക്കുലത്തിലെത്തുന്നു. അവിടെയുള്ള ലാബ്രിന്തൈൻ ഓർഗൻ അതിനെ റെസ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് എയർ എടുക്കുന്നു, ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡയോക്സൈഡ് തിരിച്ചു വിടുന്നു. ബാക്കിയുള്ള എയർ ഓപ്പക്കുലം വഴി പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ്? അനാബസ്. അപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. ഹിയർ ഇൻ ദ കേസ് ഓഫ് അനാബസ് ദർ ഇസ് എൻ അഡീഷണൽ സ്ട്രക്ചറാണുള്ളത്. ആ അഡീഷണൽ സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? അല്ലെങ്കിൽ യു ക്യാൻ സി എ ക്യാരക്ടറിസ്റ്റിക് ലാബ്രിന്തൈൻ ഓർഗൻ ഇസ് സീൻ ഇൻ ദ ചേംബർ. ഏത് ചേംബർ? ബ്രാക്കിയൽ ഡൈവോർട്ടിക്കുലം. ഇൻ ദ കേസ് ഓഫ് അനാബസ് ഇറ്റ് ഹെൽപ്സ് ടു റെസ്പയർ. കാരണം എന്താണ്? ഈ ലാബ്രിന്തൈൻ ഓർഗൻ ഇസ് ആൻ എക്സ്റ്റൻഷൻ or it is a bony structure which arises from the gill arch of these fishes. This bony labyrinthine structure is covered by a epithelium which is highly vascular and hence can act as a accessory respiratory organ. And air and these organs will open their mouth, take in air through the mouth, and the air will reach the suprabrachial diverticulum, and the air in the brachial diverticulum is used for respiration by the labyrinthine organ. After respiration the air will move out, or after the diffusion the air will move out through the operculum. എന്ന രീതിയിൽ അങ്ങ് എഴുതിയാൽ മതിയാകും. ഓക്കെ, ഇഫ് ദിസ് ഇസ് ആസ്ക്ഡ് ഫോർ 5 മാർക്സ്, 5 മാർക്സിന് മാത്രം ചോദിക്കുവാണെങ്കിലാണ് ഇത്രയും വിശദമായിട്ട് എഴുതേണ്ടത് കേട്ടോ. എന്തായാലും ഞാൻ ഇവിടെ എല്ലായിടത്തും പടം കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ അനാബസിൻ്റെ പേരെങ്കിലും എഴുതണം. അറ്റ്ലീസ്റ്റ് യു ക്യാൻ ഡ്രോ ദിസ് ഡയഗ്രാം. ഇത് ഏറ്റവും ഈസി ഡയഗ്രാം ആണെന്ന് നോക്കിയാൽ ഈ ഒരു ഡയഗ്രാം വരയ്ക്കുക കേട്ടോ. അതുപോലെ എല്ലായിടത്തും യു ഹാവ് ടു ഡ്രോ ദിസ് ഡയഗ്രാം. ഡയഗ്രാം ഷുഡ് ബി ഡ്രോൺ. ഇവിടെയൊക്കെ നിങ്ങൾ ഡയഗ്രാം വരച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു 3 വെറൈറ്റി ഓഫ് ബ്രാക്കിയൽ ഡൈവോർട്ടിക്കുലം. ആദ്യത്തെ ബ്രാക്കിയൽ ഡൈവോർട്ടിക്കുലം ട്യൂബ് പോലെ ഇരുന്നു. രണ്ടാമത്തെ ബ്രാക്കിയൽ ഡൈവോർട്ടിക്കുലത്തിനകത്ത് നമുക്ക് ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ആർബോറിസൻ്റ് ഓർഗനെ കാണാൻ പറ്റി, വിച്ച് അറൈസ് ഫ്രം ദ ഗിൽ റാക്ക്. ഇവിടെയാണെങ്കിലും നമുക്കിവിടെ സോഫ്റ്റ് അല്ല, ഇച്ചിരി ഹാർഡായിട്ടുള്ള ബോണി ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ലാബ്രിന്തൈൻ. മരം പോലെയല്ല ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ മേസ് പോലെയാണ് ഇരുന്നത് അല്ലേ. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. ഈ പറയുന്ന ബോണി സ്ട്രക്ചറിൻ്റെ പുറത്ത് ഒരു എപ്പിത്തീലിയം ഉള്ളത് കൊണ്ട്, ആ എപ്പിത്തീലിയം വാസ്കുലർ ആയതുകൊണ്ടാണ് ഇവിടെ റെസ്പിറേഷൻ നടന്നത്. ഇനി അടുത്തതാണ് എയർ ബ്ലാഡർ. നൗ വി ഹാവ് ഓൾ സ്റ്റഡീഡ് അബൌട്ട് ദിസ് എയർ ബ്ലാഡർ. നമ്മൾ ലങ് ഫിഷസിനെ കുറിച്ച് പഠിച്ചപ്പോൾ, ഡിപ്നോയിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എല്ലാ ഫിഷിനും എന്തുണ്ട്? ഒരു എയർ ബ്ലാഡർ. മിക്കവാറും ഉള്ള മോഡേൺ ഫിഷസിനൊക്കെ നമുക്ക് എയർ ബ്ലാഡർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എയർ ബ്ലാഡർ? നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഹെൽപ്സ് ഇൻ ബോയൻസി. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ക്ലാസ്സിൽ എടുക്കുന്നത്. ബോയൻസിക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ബട്ട് ഇൻ സർട്ടൺ ഫിഷസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നോക്കിയേ, ഇത് എയർ ബ്ലാഡറാണ്. ആ എയർ ബ്ലാഡിൻ്റെ അവിടെ ചുറ്റും ഒരു ചെറിയ തിൻ എപ്പിത്തീലിയം ഉണ്ട്. എപ്പിത്തീലിയം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ബ്ലഡാണ് ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി ഇവർക്ക് ഇതിൻ്റെ ഇടയിൽ ഡെഫിനറ്റ്ലി ഒരു ഡിഫ്യൂഷൻ നടക്കാമല്ലോ. ഈ ബ്ലഡും ക്യാപ്പിലറീസും ഈ എയറും നമ്മൾ ഡെഫിനറ്റ്ലി ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അങ്ങോട്ടും ട്രാൻസ്ഫർ നടക്കാമല്ലോ. സോ ഇൻ ഫിഷസ്, ലങ് ഫിഷസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? The air bladder act as an accessory respiratory organ. It act as an accessory respiratory organ നമുക്ക് കാണാൻ പറ്റും. സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. പോർട്ടോപ്രസും ലെപ്പിഡോസിറനും ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ. അപ്പോൾ ഈ ഒരു 6 ടൈപ്പ് ഓഫ് ആക്സസറി റെസ്പിറേറ്ററി ഓർഗനാണ് നിങ്ങൾ പറയേണ്ടത്. അതിനകത്ത് ബ്രാക്കിയൽ ഡൈവോർട്ടിക്കൽ അല്ലെങ്കിൽ ഓപ്പക്കുലർ ലങ്ങിൻ്റെ അകത്ത് പിന്നെയും ഒരു 3 വെറൈറ്റി വരുന്നുണ്ട്. എല്ലാ ആക്സസറി റെസ്പിറേറ്ററി ഓർഗനും പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗാൻസിൻ്റെ പേരെങ്കിലും പറയണം. മാക്സിമം ഡയഗ്രാംസും വരയ്ക്കണം. ഓക്കെ, സോ ഇഫ് ഗോട്ട് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ് ഇട്ടേക്കുക so that I can clarify that. Thank you.